നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് സിവിക്സിനകത്ത് വരുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണത്തെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് പൊതുഭരണം? പൊതുഭരണത്തിനുള്ള ഒരു നിർവചനമാണിത്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് വൈസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒന്നുകൂടെ നോക്കാം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. പൊതുഭരണത്തെപ്പറ്റി പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ നൽകിയ ഒരു നിർവചനമാണിത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണെന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഈ രാജഭരണകാലത്തൊക്കെ രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥ വന്നപ്പോഴേക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പൊതുഭരണ സംവിധാനത്തിലൂടെയാണ് ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായി മാറുന്നത്. നെക്സ്റ്റ്, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. 4 പോയിന്റ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നു. നെക്സ്റ്റ്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. മൂന്നാമത്തേത്, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നാലാമത്തേത്, ജനക്ഷേമം ഉറപ്പാക്കുന്നു. അടുത്തത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണത്തെ വളരെയധികം സ്വാധീനിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.